ഹായ്, അപ്പൊ നമ്മൾ ഇന്ന് സെക്കൻഡ് പ്രൊസീജിയർ ആയിട്ടുള്ള എയർ ഫിൽട്ടർ ചേഞ്ച് ആൻഡ് ഇൻജക്ടേഴ്സ് ക്ലീനിങ്ങിനെ കുറിച്ചാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് കാർബൺ റിമൂവ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാർബൺ എല്ലാം കളഞ്ഞതിന് ശേഷം എയർ ഫിൽട്ടർ മാറ്റിയിടുന്നത് വളരെയധികം നല്ലതാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഫിൽട്ടർ ചെയ്ത എയർ എഞ്ചിനിലേക്ക് പ്രവേശിച്ച് ഓക്സിജൻ ജനറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്യൂവലിനെ ബേൺ ചെയ്യാൻ സഹായിക്കുന്നത്. കാർബൺ കളയുമ്പോൾ എയർ സർക്കുലേഷൻ പെർഫെക്റ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഫ്യൂവൽ ഇൻജക്ടേഴ്സ് ക്ലീൻ ചെയ്ത് ഫ്യൂവൽ പമ്പിംഗ് കൃത്യമാക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എയർ ആൻഡ് ഫ്യൂവൽ റേഷ്യോ കറക്റ്റ് ചെയ്തുകൊണ്ട് എഞ്ചിന്റെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇയർലി പീരിയോഡിക്കൽ സർവീസ് സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മുൻകൂട്ടി ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യല്ലോ അല്ലേ. അപ്പോൾ നാളെ ഞങ്ങൾ മൂന്നാമത്തെ പ്രോസസ് ആയിട്ടുള്ള റേഡിയേറ്റർ ക്ലീനിങ് ആൻഡ് കൂളിംഗ് പ്രോസസ്സിനെ കുറിച്ച് പറയാം. Till then, bye bye.